ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വളരെയേറെ മഹത്വം കൽപ്പിക്കുന്ന ഒരു പുണ്യമേറിയ ഒരു സുന്നത്തായ കർമ്മമാണ് ഉളഹിയ്യത്ത് എന്നത്. മാത്രമല്ല, മറ്റ് സുന്നത്തായ സദഖകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഈ ഉളഹിയ്യത്ത് കർമ്മത്തിന്. ഈ സൽക്കർമ്മം എന്നത് വലിയ പെരുന്നാളിൽ നിർവഹിക്കപ്പെടുന്ന വളരെ പുണ്യമേറിയ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഉളഹിയ്യത്ത് എന്നത്. ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും എന്നിവ കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഉളഹിയ്യത്ത് കർമ്മം എന്നത്. ഇതാരുടെ മേലാണ് ഈ ശക്തിവത്തായ സുന്നത്തായ ഈ ഉളുഹിയ്യ കർമ്മം എന്ന് നാം മനസ്സിലാക്കുക. തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ബലിപെരുന്നാൾ ദിവസത്തിൽ ചെലവിനാവശ്യമായ സമ്പത്ത് കഴിച്ച് ഉളുഹിയ്യത്ത് നിർവഹിക്കാൻ ശേഷിയുള്ളവന് ഇത് ശക്തിവത്തായ സുന്നത്തായ കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്നത്. ഇത് ഒഴിവാക്കൽ കറാഹത്താണ്. കാരണം ഹനഫിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒഴിവാക്കാൻ പാടില്ല, കറാഹത്താണ്. കാരണം ഇത് വാജിബാണ്. വാജിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം, ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമായ കാര്യമാണ്. ഇത് വാജിബാണ്. ഇത്രയും വലിയ ഒരു മഹത്തരമായ ഒരു നിർബന്ധമാക്കപ്പെട്ട കാര്യമാണോ എന്ന് കേൾക്കുമ്പോൾ ഇതിന് കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വിഷമം പ്രയാസമൊക്കെ വരും. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഹനഫിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ വാജിബാണ്. അതിലെന്തെങ്കിലും പിഴവുകൾ വന്നു കഴിഞ്ഞാൽ സഹ്വിന്റെ സുജൂദ് കൊണ്ട് എന്താണ്, അത് പരിഹരിക്കപ്പെടുന്നതാണ്. എന്നാൽ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹ അതിൽ ഏതെങ്കിലും ഒരു ഹർഫുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ ഇതെന്താണ്, കഴിവുള്ളവർ മാത്രമാണ് ഈ ഉളുഹിയ്യ കർമ്മം നിർവഹിക്കേണ്ടത്. അങ്ങനെ കഴിവില്ലാത്തവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുവിൻ. അള്ളാഹു മറ്റു രീതികളിലെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഈ ഉളുഹിയ്യ കർമ്മം ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്തും മുഅക്കദയാണ്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, ചര്യയാണ് ഈ ബലിയറുക്കൽ എന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. അത് ഒഴിവാക്കൽ കുറ്റകരമാണ്. കഴിവുള്ളവൻ അത് ഒഴിവാക്കൽ എന്താണ്, അത് വലിയ കുറ്റകരം തന്നെയാണ്. അള്ളാഹു അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലയോ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? ഒരു ഹദീസ് കേട്ടോളിൻ. അതല്ലയോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. മനസ്സിലാക്കണേ മുസ്ലിമേ, ഈ പുണ്യമേറിയ ഉളുഹിയ്യത്ത് കർമ്മത്തിന്റെ ഗൗരവമാണ് പറയുന്നത്. കേട്ടോളിൻ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ കാന ലഹു സഅതുൻ, ഒരുവൻ ബലിയറുക്കാൻ സൗകര്യമുണ്ടായിട്ടും വലം യുളഹി, അവൻ ബലിയറുത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഖാല യഖറബന്ന മുസല്ലാനാ, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് അടുക്കരുത് എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞതായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്, ഏതൊരുവന് ബലി അറുക്കാനായിട്ട് കഴിവുണ്ടായിട്ട് അവന് വലം യുളഹി, അവൻ ബലി അറുത്തില്ല എങ്കിൽ, ഉളഹിയ്യ കർമ്മം ചെയ്തില്ല എങ്കിൽ, ഫലാ യഖറബന്ന മുസല്ലാന, അവൻ എൻ്റെ മുസല്ലയിലേക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വരണ്ട, അവൻ അതിന് അർഹതയില്ല, യോഗ്യതയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ല പറഞ്ഞതായി നമ്മോട് പറയുകയാ. പ്രിയപ്പെട്ടവരെ, ചിലരെ കറങ്ങാൻ വേണ്ടി ഇങ്ങനെ സമ്പത്ത് കൂട്ടി വെക്കും. അന്ന് ബലിപ്പെരുന്നാളിന് ടൂറ് പോകാനായിട്ടും ഉല്ലാസയാത്ര പോകാനായിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദിവസം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി എന്തെന്നറിയുമോ? ബലിയറുക്കലാണെന്ന് അള്ളാഹിന്റെ റസൂൽ നമ്മെ പരിചയപ്പെടുത്തുമ്പോ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ കറങ്ങാൻ വേണ്ടി പൈസ മാറ്റിവെക്കുകയും ബലി അറുക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹിന്റെ റസൂല് പറയുകയാണ്, ഫലാ യഖറബന്ന മുസല്ലാന, നീ എന്റെ മുസല്ലയിലേക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാനോ നമസ്കരിക്കാനോ നീ കടന്നു വരണ്ട, നിനക്ക് അതിന് അർഹതയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. ഈ ഒരു ഹദീസിലൂടെ ഈ പുണ്യമായ ഈ കർമ്മത്തിന്റെ ഗൗരവം നാം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് നാം പഠിക്കേണ്ട ചില മസ്അലകൾ അതും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേട്ടോളിൻ. ആദ്യമായി ഈ മസ്അലകൾ പറയുമ്പോൾ ഒരു ഹദീസ് കേട്ടോളിൻ. ആ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്താണ്? ഉമ്മു സലമത റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ മാസത്തിന്റെ പിറ നിങ്ങൾ കണ്ടാൽ, വഅറാദഹദികും അയ്യുളഹിയ, നിങ്ങളിൽ ആരെങ്കിലും ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ, ഫലിയുംസിക്, നിങ്ങൾ ആ ഉളഹിയത്ത് അറുക്കുന്നത് വരെ നിങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല. അൻശഇരിഹി, മുടിയോ, വഅൽഫാരിഹി, നഖമോ നിങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് ദിൽഹിജ്ജ മാസത്തിന്റെ പിറ നിങ്ങൾ കണ്ടതു മുതൽ എന്താണ് ഉളഹിയ അറുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ആ ബലികർമ്മം നടത്തുന്നത് വരെ എന്താണ് നിങ്ങളുടെ മുടികളോ അതുപോലെ തന്നെ നഖമോ ഒന്നും തന്നെ മുറിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഏതുവരെ ഗുഹ്യഭാഗങ്ങളുടെ രോമം പോലും അതിനു മുമ്പ് എല്ലാം പഠിച്ച് എല്ലാം നമ്മൾ വൃത്തിയാക്കി ശുദ്ധീകരിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കുക, ബലി അറുക്കുന്നതിന്റെ അവസാന സമയം അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അഥവാ ദുൽഹിജ്ജ 13 സൂര്യ അസ്തമാനം വരെയാണ് ഇതിന്റെ സമയം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ബലിപെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ്, അതായത് ദുൽഹിജ്ജ 11, 12, 13 അന്ന് അസർ നമസ്കാരം വരെയും നാം തക്ബീറും മുഴക്കേണ്ടതുണ്ട്, തക്ബീറുകൾ ചൊല്ലേണ്ടതുമുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബലി അറുക്കേണ്ട മൃഗം എന്നത് അത് ഒട്ടകം അല്ലെങ്കിൽ മാട് അല്ലെങ്കിൽ ആട് എന്നിവയാണ്. ഉളുഹിയത്തിന്റെ മൃഗങ്ങൾ എന്ന് പറയുന്നത് ഒട്ടകം, മാട്, ആട് എന്നതാണ്. മാട് വിഭാഗത്തിൽപ്പെട്ടതാണ് പശു, പോത്ത്, എരുമ, മൂരി എന്നിങ്ങനെയുള്ളത്. ഇതല്ലാത്ത ഏത് ഒരു മൃഗവും എന്താണ് ഉളുഹിയത്തിന് ഇല്ല, ഉളുഹിയത്തിന് പാടില്ല. ഇതല്ലാത്ത ഒരു മൃഗവും ഉളുഹിയത്തിന് പാടില്ലാത്തതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഒട്ടകത്തിന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. മാടിനും കോലാടിനും 2 വയസ്സ് പൂർത്തിയായിരിക്കണം. നമ്മുടെയൊക്കെ നാടുകളിൽ കോലാടാണ്, അതുകൊണ്ട് ആ ആടുകൾക്ക് 2 വയസ്സ് പൂർത്തിയായിരിക്കണം. നെയ്യാടിന് 1 വയസ്സ് തികഞ്ഞാൽ മതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ചില ആളുകൾ എന്താണ് ഇറച്ചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും, ചെറിയ ആടുകളെ മേടിക്കും, വയസ്സ് തികയാത്ത.
ഈ വയസ്സ് തികയാത്ത ബലികർമ്മത്തിന് വേണ്ടി എന്താണ് മാടുകളെ വാങ്ങിച്ചാൽ വുളു ഇല്ലാതെ നമസ്കരിക്കുന്നത് പോലെയാകും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്താണ് ബലികർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള മസാലകളിൽ വന്നിട്ടുള്ള വയസ്സുകളുണ്ട്. ആ വയസ്സ് പൂർത്തിയായിരിക്കണം, എങ്കിലേ ഉളുഹിയ ശരിയാവുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ ബലിമൃഗം കുറ്റമറ്റതായിരിക്കണം, അതായത് ന്യൂനതകളൊന്നും ഇല്ലാതിരിക്കൽ നിർബന്ധമാണ്. അതായത് ചൊറിയോ അതുപോലെ തന്നെ വ്യക്തമായ മുടന്ത് രോഗമുള്ളത്, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തത്, അതുപോലെ ശക്തമായ മെലിഞ്ഞ മൃഗങ്ങള്, ചെവി, വാല്, അകിട്, നാവുകള് തുടങ്ങിയ ഭാഗങ്ങൾ മുറിഞ്ഞത്, ഇങ്ങനെ ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗങ്ങളായിരിക്കണം ബലികർമ്മത്തിന് ഉളുഹിയ്യയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ ഷെയർ കൂടുന്ന വിഷയത്തിൽ 7 വരെ ആണ് ഷെയർ ഒരു മൃഗത്തിൽ കൂടാൻ സാധിക്കുകയുള്ളൂ, അനുവാദമുള്ളൂ. 7-ൽ കൂടാൻ പാടില്ല. ഇനി കുറയുന്നത് കൊണ്ട് വിഷയമില്ല. കാരണം എന്ത്, ഒരു മാടിനെ മേടിക്കുകയും 2 പേര് ഷെയർ കൂടി അറുത്തു, കുഴപ്പമില്ല, അത് റാഹത്താണ്, അൽഹംദുലില്ലാ. അതിന് കഴിവുള്ളവർ അങ്ങനെ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഷെയർ, അത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഷെയർ കൂടാൻ പാടില്ല, അത് കുറയുന്നത് കൊണ്ട് വിഷയമില്ല. 2 പേര് ചേർന്ന് ഒരു മാടിനെ വാങ്ങിച്ചു, കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എന്താണ് വിഷയമില്ലാത്ത കാര്യമാണ്, അതൊക്കെ റാഹത്തായ കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിവകളാണ് ബലിമൃഗത്തിന്റെ മസാലകൾ. അതുപോലെ തന്നെ ബലി നാം അറുക്കേണ്ട ഏറ്റവും അഫ്ളലായ സമയം ഏതാണെന്ന് നാം മനസ്സിലാക്കണം. അത് പെരുന്നാൾ നമസ്കാരത്തിന്റെ പ്രസംഗവും അതുപോലെ തന്നെ എന്താണ് ഖുതുബയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഏറ്റവും കൂടുതൽ അഫ്ളലായ സമയം, ഉളുഹിയ്യ കർമ്മം ചെയ്യേണ്ട അഫ്ളലായ സമയം, ശ്രേഷ്ഠമായ സമയം. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ ശരിയാവുകയില്ല. അതുപോലെ തന്നെ അതിനൊരു ഹദീസ് കേട്ടോളിൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. കേട്ടോളിൻ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൻ ദബഹ ഖബ്ല സ്വലാത്തി, വല്ലവനും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഉളുഹിയ്യത്ത് അറുത്താൽ, ഫഇന്നമാ ദബഹ ലിനഫ്സിഹി, അതവൻ തന്റെ ശരീരത്തിന് വേണ്ടി അറുത്തതാണ്, അതായത് അവന് വേണ്ടി അവൻ അറുത്തതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമൻ ദബഹ ബഅദ സ്വലാത്തി, ഇനി ഒരുവൻ നമസ്കാരത്തിന് ശേഷമാണ് ബലി അറുത്തതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ഫഖദ് തമ്മ നുസുഖുഹു, അവന്റെ ബലികർമ്മം പൂർണ്ണമായിരിക്കുന്നു. വഅസാബ സുന്നത്തൽ മുസ്ലിമീൻ, അവൻ മുസ്ലിമീങ്ങളുടെ ചര്യ അവൻ കരസ്ഥമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് ബലി പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ബലി അറുക്കാൻ പാടില്ല. അങ്ങനെ അറുത്താൽ അത് അവന് വേണ്ടിയുള്ള അറുക്കലായിരിക്കും. പിന്നീട് ബലി അറുക്കാൻ എന്ത് ചെയ്യണം, വേറെ ഒരു മാടിനെ മേടിച്ച് പെട്ടെന്ന് തന്നെ അറുത്തേക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഉളുഹിയ്യ ശരിയായിട്ടില്ല. നമസ്കാരത്തിന് ശേഷം ഉളുഹിയ്യ അറുത്താലേ ഉളുഹിയ്യ ആവുകയുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ത്, ബലി അറുക്കുന്നതിന്റെ അവസാന സമയം അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസം അഥവാ ദുൽഹിജ്ജ 13 സൂര്യാസ്തമാനം വരെയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി പുണ്യമേറിയ ഉളുഹിയ്യത്ത് കർമ്മത്തിന്റെ തെളിവുകൾ മനസ്സിലാക്കുക. ഖുർആനികമായും ഹദീസുകളിലും കൊണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ ഇതിന്റെ തെളിവുകൾ നാം മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒന്നാമതായി കേട്ടോളിൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലയോ? കൗസർ എന്ന് പറയുന്ന അനുഗ്രഹം അങ്ങക്ക് നാം നൽകിയില്ലയോ നബിയേ? അതുകൊണ്ടുണ്ടല്ലോ ഫസല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് അതിനാൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ ബലിയറുക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ സന്ദർഭം ഇതൊരു തെളിവാണ്. ബലിയറുക്കുന്നതിന്റെ ഒരു തെളിവാണ്. എന്തേ നാം മനസ്സിലാക്കുക, അതായത് അള്ളാഹിന്റെ റസൂലിന് ധാരാളമായി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയില്ലയോ? കൗസർ എന്ന് പറയുന്ന അനുഗ്രഹം, അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലയോ? അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത് ബലിയറുക്കുന്നതിന്റെ ഒന്നാമത്തെ തെളിവ്, ഖുർആനികമായ തെളിവ്. ഇനി രണ്ടാമത്തെ തെളിവ് കേട്ടോളിൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണേ. മക്കാ മുശ്രിക്കീങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറയാൻ പറഞ്ഞ സന്ദർഭം, അതും ഈ ബലികർമ്മത്തിന് തെളിവാണ് മുസ്ലിമേ. വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരവും, വനുസകി എന്റെ ബലികർമ്മവും ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ മരണവും എല്ലാം ഉണ്ടല്ലോ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു എന്ന് നബി തങ്ങളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറബുണ്ടല്ലോ മക്കാ മുശ്രിക്കീങ്ങളോട് പറയാൻ പറഞ്ഞ സന്ദർഭം, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ബലികർമ്മത്തിന്റെ രണ്ടാമത്തെ തെളിവായി നാം മനസ്സിലാക്കുക. ഇതെന്താണ് ബലി അറുക്കാനുള്ള രണ്ടാമത്തെ തെളിവ്, ഖുർആനികമായ തെളിവ്. ഇനി മൂന്നാമത്തെ തെളിവ് മനസ്സിലാക്കിക്കോളിൻ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല, അത് മഹാനവറുകൾ പറയുകയാ, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനതി 10 സിനീന യുളഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ പരിശുദ്ധമായ മദീനയിലുണ്ടല്ലോ 10 വർഷം താമസിച്ചപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ ബലിയറുക്കുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ. 10 വർഷം മദീനയിൽ അല്ലാഹുവിന്റെ റസൂല് താമസിച്ചപ്പോഴും എന്താണ് അല്ലാഹുവിന്റെ റസൂല് യുളഹി ബലിയറുക്കുമായിരുന്നുവെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഇത്രയും നാം പറഞ്ഞത് ബലിയറുക്കുന്നതിന്റെ ഗൗരവവും തെളിവുകളുമാണ് പറഞ്ഞത്. അതുകൊണ്ട് നാം ഇതിലൂടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയപ്പെട്ടവർ, ഇനി ബലികർമ്മം നടത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് നാം മനസ്സിലാക്കുക. ഇത് വളരെ നിസ്സാരതയോടെ നാം കാണേണ്ട ഒരു അമലല്ല ഈ ബലികർമ്മം എന്നത്. വളരെ മഹത്തായി നല്ല പ്രതിഫലം ലഭിക്കുന്ന, നാളെ ആഖിറത്തില് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ധാരാളം പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ത്? ഈ ബലികർമ്മം, ഉളുഹിയ കർമ്മം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മനസ്സിലാക്കുക.
അതുകൊണ്ട് മുസ്ലിമേ മനസ്സിലാക്കണേ, ബലികർമ്മം ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേട്ടോളിൻ, മനസ്സിലാക്കണേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മൻ ലഹാ ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു മുഹ്തസിബൻ ലിഉളുഹിയതിഹി കാനത് ലഹു ഹിജാബൻ മിനന്നാർ. ഏതൊരുവനാണോ നല്ല മനസ്സോടെ മനസാന്നിധ്യത്തോടുകൂടി നല്ല മൃഗത്തെ ബലിയറുക്കുകയും ചെയ്താൽ കാനത് ലഹു, അതവന് ഹിജാബൻ മിനന്നാർ, അതുണ്ടല്ലോ അവന് നരകത്തിൽ നിന്ന് പരിചയാണ്, മറയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നല്ല മനസാന്നിധ്യത്തോടുകൂടി നല്ല രീതിയിൽ ഒരുവൻ എന്താണ് ബലികർമ്മം ചെയ്താൽ ഹിജാബം മിനന്നാർ, നരകത്തിൽ നിന്നുള്ളൊരു പരിചയാണ് അവന്, ഒരു മറയാണ് ആ ബലികർമ്മം കൊണ്ടെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, കേട്ടോളിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ബലിമൃഗത്തെ നിങ്ങൾ ആദരിക്കണേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫഇന്നഹാ, അപ്പോൾ തീർച്ചയായും ആ ബലിമൃഗമുണ്ടല്ലോ, മതായാകും അലാ സിറാത്ത്, നാളത്തെ നിങ്ങളുടെ സിറാത്ത് പാലത്തിന്റെ വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബലി അറുക്കുന്ന നമ്മുടെ ഈ മൃഗം എന്താണ്? നാളെ നമ്മുടെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന വലിയ ആ ഒരു സന്ദർഭമുണ്ടല്ലോ, ഭയാനകമായ സന്ദർഭം. അത് മിന്നൽ വേഗത്തിൽ നമുക്ക് കടന്നാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ഇത് സഹായത്തിനായി വരും. ഇത് നിങ്ങളുടെ അവിടുത്തെ വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. തീർന്നില്ല, ഇനിയും കേട്ടോളിൻ മഹത്തങ്ങള്, ഉളുഹിയ അറുക്കുന്നതിന്റെ മഹത്തങ്ങള് കേട്ടോളിൻ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, ഏതൊരുവനാണോ ബലികർമ്മം നിർവഹിക്കാൻ അതിന്റെ മൃഗത്തെ വാങ്ങാൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവന്റെ 10 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പിന്നെയും അവിടുന്ന് പറയുകയാ, 10 ദറജകൾ അല്ലാഹു അവന്റെ ഏടുകളിൽ രേഖപ്പെടുത്തുകയും 10 നന്മകൾ അവന്റെ ഏടുകളിൽ അല്ലാഹു രേഖപ്പെടുത്തുകയും 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലുണ്ടല്ലോ അവന്റെ ഉയർത്തി കൊടുക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വീട്ടിൽ നിന്ന് ഉളുഹിയ അറുക്കുന്നതിന് വേണ്ടി ഒരു മൃഗത്തെ വാങ്ങാൻ നീ കമ്പോളത്തിലേക്ക് പോകുമ്പോൾ, ഓരോ പുറപ്പെടുമ്പോൾ ഓരോ ചവിട്ടടിക്കും എന്താണ് 10 പാപങ്ങൾ അല്ലാഹു നിന്റെ പുറത്തു തരും. 10 നന്മകൾ അല്ലാഹു നിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തും. 10 ദറജകൾ നാളെ ആഖിറത്തിൽ നിന്റെ ഉയർത്തപ്പെടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. ഇത്രയും വലിയ പ്രതിഫലമാ ലഭിക്കുന്നത്. തീർന്നില്ല, പിന്നെയും മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഏതൊരുവനാണോ ഉളുഹിയ കർമ്മം നിർവഹിക്കാൻ ആ ബലിമൃഗത്തെ വാങ്ങാൻ കമ്പോളത്തിൽ പോയി സംസാരിക്കുന്ന ആ സംസാരമുണ്ടല്ലോ, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, കാന കലാമുഹു തസ്ബീഹാ, ആ സംസാരമുണ്ടല്ലോ അത് അല്ലാഹു രേഖപ്പെടുത്തുന്നത് തസ്ബീഹുകളായിട്ടാണെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ നമ്മോട് പറഞ്ഞു മനസ്സിലാക്കുകയാ.
നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുകയാ. ഇന്ന് ഉദ്ഹിയ കർമ്മത്തിന് വേണ്ടി നമ്മൾ കമ്പോളത്തിൽ പോയിട്ട് ഈ പോത്തിന് എന്നാ വില, ഇതിന്റെ തീറ്റ എന്താണ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ആ സംസാരമുണ്ടല്ലോ, ആ സംസാരം ഖാന കലാമുഹു തസ്ബീഹ, അത് തസ്ബീഹുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഏടുകളിൽ അത് രേഖപ്പെടുത്തുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു സുബ്ഹാനല്ലാഹുടെ കൂലിയായിട്ട് അല്ലാഹു അത് രേഖപ്പെടുത്തുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തീർന്നില്ല, പിന്നെയും മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, ഏതൊരുവനാണോ പെരുന്നാൾ ദിവസം ആ ബലിമൃഗത്തെ അറുക്കാൻ വേണ്ടി ആ കിടത്തുന്ന സന്ദർഭമുണ്ടല്ലോ, കിടത്തുമ്പോ ഏഴാകാശ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിനക്ക് വേണ്ടി പാപപൊറുക്കലിനെ തേടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം. തീർന്നില്ല, പിന്നെയും അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാം, ഏതൊരുവനാണോ ബലിമൃഗത്തെ അറുക്കുന്നത് ആ അറുക്കുന്ന സന്ദർഭത്തില് ഈ ഭൂമിയിലേക്ക് തെറിക്കുന്ന ഓരോ രക്തത്തുള്ളികൾക്കും അല്ലാഹു 10 മലക്കുകളെ പടയ്ക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. എന്നാൽ ആ 10 മലക്കുകളെ പടയ്ക്കുമ്പോൾ ആ 10 മലക്കുകളുണ്ടല്ലോ ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടിയുണ്ടല്ലോ ആ ബലിയറുത്ത അയാളുടെ പാപപൊറുക്കലിന് വേണ്ടി അല്ലാഹുവിനോട് തേടുമെന്ന്. ഖിയാമത്ത് നാൾ വരെ ആ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു നീ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് പാപപൊറുക്കൽ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുമ്പോ തീർന്നില്ല, പിന്നെയും അവിടുന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ, ഏതൊരുവനാണോ ബലിയറുക്കുകയും അതിന്റെ ദാനമുണ്ടല്ലോ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്താൽ മഹാനായ ഇസ്മായിൽ നബിയുടെ പാരമ്പര്യത്തിലുള്ള അടിമകളെ മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാ. ഇത്രമാത്രം സൗഭാഗ്യമാണ്, ഭാഗ്യമാണ്, ഇത്രമാത്രം പ്രതിഫലമാണ് അല്ലാഹു അവന് നാളെ ആഖിറത്തിൽ നൽകുന്നത്. എങ്ങനെ? നീ ഇന്നൊക്കെ അറുക്കുന്നതിന് വേണ്ടി ആ ഒരു മൃഗത്തെ ഭൂമിയിൽ വെക്കുകയും അവിടെയുള്ള ഏഴാകാശ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും നിനക്ക് വേണ്ടി പൊറുക്കലിനെ അല്ലാഹുവിനോട് തേടുകയും അതുപോലെ തന്നെ നീ എന്താണ് ആ മൃഗത്തെ അറുക്കുമ്പോൾ ആ തെറിക്കുന്ന ഓരോ തുള്ളികളുണ്ടല്ലോ ആ തുള്ളികൾക്കനുസരിച്ച് കൊണ്ട് അല്ലാഹു ഈ ഭൂലോകത്തേക്ക് 10 മലക്കുകളെ അല്ലാഹു പടയ്ക്കുകയാണ്. ആ 10 മലക്കുകളും ഈ ഉളുഹിയ അറുക്കുന്ന ആൾക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെയും പാപപൊറുക്കലിന് തേടുമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. അത് കഴിഞ്ഞ് പറയുകയാ, എന്താ പ്രിയപ്പെട്ടവരെ, അതായത് ആ ബലിദാനമുണ്ടല്ലോ, ആ ബലികർമ്മം നടത്തി അതിന്റെ മാംസം മറ്റുള്ളവർക്ക് നീ വിതരണം ചെയ്യുമ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലുള്ള അടിമകളെ മോചിപ്പിച്ചതിന്റെ ഒരു പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് ഇതൊരു സുന്നത്തായ കർമ്മമല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഇത് വളരെ ശക്തിവത്തായ സുന്നത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുന്നത്താണ്, മില്ലത്താണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നന്മയായ കാര്യങ്ങളിൽ നമ്മൾ മത്സരിച്ച് നാളെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, നന്മയായ കാര്യങ്ങളിൽ മത്സരിക്കുന്നവൻ നന്മയായ കാര്യങ്ങളിൽ മത്സരിക്കട്ടെ. അങ്ങനെ മത്സരിച്ച് അവസാനത്തെ ട്രോഫിയായ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തേനുകളും അരുവികളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ ആ സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജരിതരായ അല്ലാഹുവിന്റെ അടിമകളുടെ ഗണത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.